കൈലാസത്തിൽ മഹാദേവൻ, വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു, സത്യലോകത്ത് മഹാബ്രഹ്മ. ഇവർ 3 പേരും 3 ലോകത്ത് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഈ 3 പേരും എന്നാൽ ഒരേ സമയത്ത് ഒരു ശരീരത്തിൽ വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 3 ലോകത്തിൽ കഴിയുന്നവർ ഒരേ ശരീരത്തിൽ വസിക്കുന്നത്? ശിരസിൽ ബ്രഹ്മശക്തിയാണ്, ഹൃദയത്തിൽ വൈഷ്ണവശക്തിയാണ്, അരക്കെട്ടിന് താഴെ ദിപാദങ്ങളിൽ ശൈവശക്തിയാണ്. ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ മണ്ണും ജലവും ചേർന്ന് വസിക്കുന്നിടം കൈലാസം. ഹിമയും മഹിയും ചേർന്നുയർന്ന ഹിമാലയം, ഹിമയുടെ പാർവതിയുടെ ആലയം, ജലത്തിൻ്റെ ആലയമാണ് ഹിമാലയം. ഇതുപോലെ ഇത്രയും ഉയർന്ന് ഭൂമിയിൽ ഈ ജലം വസിക്കുന്ന മറ്റൊരിടമില്ല. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. എന്തിനാണ് അത്രയും ഉയരത്തിൽ ആ ജലം ഈ ശൈവശക്തിയുമായി ചേർന്നുയർന്ന് നിൽക്കുന്നത്? ഈ ശൈവശക്തിയുമായിട്ട് ചേർന്നുയർന്ന് നിൽക്കുന്നത് നമുക്ക് ജീവലോകത്തിന് വിലാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈലാസം. ശിവൻ എന്ന് പറയുന്നത് മണ്ണാണ്, പാർവതി എന്ന് പറയുന്നത് ജലമാണ്. മഹിയും ഹിമയും ചേർന്നുയർന്ന് ഭൂമിയിൽ എവിടെ ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നു, വിലാസം തീർക്കുന്നു, ജീവലോകത്തിന് വിലാസത്തിന് കാരണമാകുന്നു, അത് കൈലാസം. ഇനി മഹാവിഷ്ണു വസിക്കുന്നതോ വൈകുണ്ഠ ലോകത്താണ്. കൈലാസം വടക്കാണെങ്കിൽ വൈകുണ്ഠലോകം തെക്കാണ്. തെക്ക് കാവേരി നദിയുടെ ഹൃദയഭൂമിയായിരിക്കുന്ന തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം, അതാണ് വൈകുണ്ഠസ്ഥാനം. സസ്യലോകത്തിൻ്റെ ആസ്ഥാനം, ജീവലോകത്തിൻ്റെ സ്വർഗവാതിൽ തീർക്കുന്ന ഇന്ദ്രഗുണമുള്ള സ്ഥലം എന്ന് വെച്ചാൽ സത്ത് ഗുണമുള്ള വായുവിൻ്റെ പീഠം സൃഷ്ടിക്കുന്ന ജീവലോകത്തിൻ്റെ സ്ഥിതിപാലകനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആസ്ഥാനം. സാക്ഷാൽ വൈകുണ്ഠലോകം, സ്വർഗവാതിൽ. ഭൂമിയിൽ സ്വർഗവാതിൽ തീർക്കുന്ന വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ജന്തുലോകത്തിൻ്റെ കുണ്ഠിതങ്ങളെ മായ്ക്കുന്ന സ്ഥിതിപാലകനായിരിക്കുന്ന ജീവസ്ഥിതിക്ക് കാരണമായിരിക്കുന്ന ജീവനാംശ പാലകനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനം, വൃക്ഷലോകങ്ങളുടെ ആസ്ഥാനം. വൃക്ഷലോകം ജനിച്ച ഇടം, ഭൂമിയിൽ സ്വർഗം തീർക്കുന്ന ഇടമാണ് ശ്രീരംഗം. തെക്ക് വിഷ്ണുവിൻ്റെ വൈഭ്രം, വടക്ക് ശിവൻ്റെ കൈലം. തെക്കുള്ള ഈ വിഷ്ണുവിൻ്റെ വൈഭ്രമാണ്, ആ വൈഭവമാണ് പാർവതിയെ ഹിമാലയത്തിൽ ഉയർത്തി ചേർത്ത് വയ്ക്കുന്ന വൈഭവം. സർവനാമത്തിനും കാരണം നമയാണ്. ആ നമയെ ശിവനിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും ഉയർന്ന പീഠമാണ് കൈലാസം, ഹിമാലയം, ഹിമയുടെ ആലയം. ഹിമ പാർവതിയാണ്. ഹിമയെ ഭൂമിയുടെ ഏറ്റവും ഉയരത്തിൽ ചേർന്നുയർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാകുന്നു. ആ വൈഷ്ണവ ശക്തിയാൽ ഹിമയെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇടമാണ് ഹിമാലയം. അത് ജീവനെ പർവ്വതീകരിക്കുന്നതിന് കാരണമാകുന്ന വസ്തുതയാകും. ഈ വൈഷ്ണവം തീർക്കുന്ന ജലത്തിൻ്റെ ലോകമാണ് സത്യലോകം. സത്യം പരമശിവനാലാകുന്നു, പരമസത്യം ജലമാകുന്നു. ആ സത്യം നമ്മളാകുന്നു. ആ സത്യം ജലമാകുന്നു. പഞ്ചഭൂതങ്ങളാൽ പരമശിവനായിരിക്കുന്ന ഈ ഭൂമിയിൽ പരമസത്യമായിരിക്കുന്നത് ജലമാകുന്നു. ആ ജലത്തിൻ്റെ മായയാകുന്നു ജീവൻ. ആ ജലത്തിൻ്റെ സത്യലോകത്ത് വിരിയുന്നതാണ് ബ്രഹ്മശക്തി. സത്യലോകമാണ് ബ്രഹ്മാവിൻ്റെ ലോകം. ആ ഹിമയുടെ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. മഹിയായിരിക്കുന്ന ശിവൻ്റെ വാമഭാഗമായിരിക്കുന്ന ഹിമയുടെ ആ സത്യത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ജലത്തിൻ്റെ ലോകത്താണ് പരമാത്മശക്തിയുടെ വൈഭവമായിരിക്കുന്ന ബ്രഹ്മാവ് വസിക്കുന്നത്. ബ്രഹ്മലോകം എന്ന് പറയുന്നത് സത്യലോകത്തിലാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ആ സത്യം ജലമാകുന്നു. ആ പരമാർത്ഥ സത്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളുടെ ശരീരത്തിലേക്ക് വന്നാലോ, ബ്രഹ്മശക്തി ശിരസിലാണ്, വൈഷ്ണവശക്തി ഹൃദയത്തിലാണ്. ഹൃദയശൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. ശൈവശക്തിയോ ഈ ശരീരശക്തിയാണ്. ആ ശൈവശക്തിയുടെ ആസ്ഥാനം അരക്കെട്ടിന് താഴെ ദിപാദങ്ങളിലുമാകുന്നു. ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു ദിപാദേ ശിവ. അപ്പോൾ ഇതാണ് ഈ ജീവൻ്റെ വൈഭവ രഹസ്യം. ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ച വേദശാസ്ത്ര രഹസ്യം.